ഞാൻ വിജയൻ. ഈ ചെറുകഥ എഴുതിയത് മണികണ്ഠൻ സി നായർ. നഗരത്തിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന കാരുണ്യഭവൻ്റെ ഓഫീസിലിരുന്ന് മെഴ്സി സിസ്റ്റർ ഫയലുകൾ നോക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മറുതലയ്ക്കലെ ശബ്ദം സിസ്റ്റർക്ക് അത്ര വേഗം തിരിച്ചറിഞ്ഞില്ല. അന്ന് കാരുണ്യഭവനിൽ വന്നതും എല്ലാം പറഞ്ഞപ്പോൾ സിസ്റ്റർ ആളെ തിരിച്ചറിഞ്ഞു. വിലാസിനിയമ്മ. ഇപ്പോൾ എവിടെയാണ്? ആ ചോദ്യം കേട്ടിട്ട് അവർ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഞാനിതിനു മുമ്പേ വിജയനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. അത് മറുപടി കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അത് സംഭവിച്ചത്. എന്തുപറ്റി? പറയൂ. സിസ്റ്റർ വേഗം ചോദിച്ചു. അമ്മ പോയി. വിജയനൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. വിലാസിനി അത് പറഞ്ഞതും ഫോൺ വെച്ചിരുന്നു. സിസ്റ്റർ വിജയനെ വിവരം അറിയിക്കാൻ പ്യൂണിനോട് പറഞ്ഞു. വിജയൻ്റെ മുറിയിൽ അന്വേഷിച്ചപ്പോൾ അയാൾ പുസ്തകം വായിക്കുന്ന ചെറിയ ലൈബ്രറിയിൽ വാർത്താ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ കാര്യം പറയാൻ മെഴ്സി സിസ്റ്റർ വിട്ടതാണെന്നും പറഞ്ഞു. രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോകുമ്പോൾ മെഴ്സി സിസ്റ്റർ വിളിച്ചു വരുത്തിയ കാർ വന്നിരുന്നു. കാരുണ്യഭവനിൽ അത്യാവശ്യ കാര്യങ്ങൾ മെഴ്സി സിസ്റ്റർ വിളിക്കുന്ന ടൂറിസ്റ്റ് ടാക്സി കാറാണ് ശങ്കരേട്ടൻ്റെത്. വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ശങ്കരേട്ടൻ ഒരു നെടുംതൂണായി കാരുണ്യഭവൻ നിലകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുന്നേ എല്ലാം നഷ്ടപ്പെട്ട ശങ്കരേട്ടൻ കാരുണ്യഭവനിൽ എങ്ങനെയോ എത്തിപ്പെട്ടു. തനിക്ക് ആരുമില്ലാത്തവനാണെന്ന് ഓർമ്മകൾ മാത്രം ഉണ്ടായിരുന്ന കാലം. അന്നത്തെ പ്രളയത്തിൽ പലരും നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടത് 3 ജീവനായിരുന്നു. അതിനുശേഷം ഒരു എവിടെയോ അലഞ്ഞു. മനസ്സിൻ്റെ ചാഞ്ചാട്ടം മൂലം അങ്ങനെ എത്രയോ കാലം. ഇന്ന് ശങ്കരേട്ടൻ കാരുണ്യഭവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ശങ്കരേട്ടനാണ്. വിജയൻ തൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഒന്നും നേടാൻ പറ്റിയില്ല എങ്കിലും ഇങ്ങനെ ദൈവത്തിൻ്റെ പുണ്യം കൊണ്ട് ഈ കാരുണ്യഭവനിലെത്തി. കുറേ കാലം കഴിഞ്ഞപ്പോൾ പരിചയമുള്ള ചിലർ വന്നു പോയിരുന്നു. പക്ഷേ താൻ മാത്രം ഒറ്റയ്ക്കില്ല. ഇവിടെ എൻ്റെ മുറിയിൽ 20 പേരുണ്ട്. വിജയൻ തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് കുത്തി നടന്നു. പോക്കറ്റിൽ കവർ കുത്തി ചെക്കും കൊണ്ട് ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്നപ്പോൾ കുട്ടികളെ തുന്നൽ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് സിസ്റ്റർ പോയിരിക്കുകയാണെന്ന് പ്യൂൺ പറഞ്ഞു. വിജയൻ മുന്നിൽ കിടക്കുന്ന കസേരയിലിരുന്നു. ദാഹം അകറ്റുവാൻ 1 ഗ്ലാസ് വെള്ളം എടുക്കുവാൻ പ്യൂണിനോട് പറഞ്ഞു. വിജയൻ വെള്ളം കുടിക്കുമ്പോൾ സിസ്റ്റർ വരുന്നുണ്ടായിരുന്നു. എന്താ വിജയേട്ടാ, കത്ത് കിട്ടിയതിൽ വിശേഷം? സിസ്റ്റർ അത് ചോദിച്ച് തൻ്റെ കസേരയിൽ വിജയൻ അഭിമുഖമായിരുന്നു. കയ്യിരിക്കുന്ന കവർ മെഴ്സി സിസ്റ്റർക്ക് നേരെ നീട്ടിക്കൊണ്ട് വിജയൻ പറഞ്ഞു. സിസ്റ്റർ, മുമ്പേ പറയാറില്ലേ, എല്ലാം തീരുമാനിക്കുന്നത് ഈശ്വരൻ മാത്രം. അതുപോലെ ഈ കത്തിൽ ഒരു ചെക്കുണ്ട്. അത് ഞാൻ കാരുണ്യഭവന് സമർപ്പിക്കുന്നു. സിസ്റ്റർ കത്തെടുത്ത് നോക്കി. വെള്ളക്കടലാസിൽ കറുപ്പ് പേന കൊണ്ട് എഴുതിയ കൈയക്ഷരത്തിൽ തൻ്റെ വിശേഷങ്ങളും തൻ്റെ പോകുന്ന സ്ഥലത്തെ വിലാസവും വെച്ചിരിക്കുന്നു. ആലുവയിലെ 4 സ്റ്റാർ ഓൾഡ് ഏജ് ബ്ലസ് ഹോമിലാണ് ഇനിയുള്ള കാലം കഴിയാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പേ തൻ്റെ വിദേശത്തു നിന്നുണ്ടാക്കിയ എല്ലാം തനിക്ക് വിൽക്കേണ്ടി വന്നു. സ്വന്തം മകൾ പോലും തന്നെ കൂട്ടാക്കാതെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങിപ്പോയ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. സിസ്റ്റർ ആ കവർ തുറന്നു നോക്കി. അതിൽ ചെക്കും ഒരു കത്തുമുണ്ടായിരുന്നു. സിസ്റ്റർ കത്തെടുത്ത് നോക്കി. വെള്ളക്കടലാസിൽ കറുപ്പ് പേന കൊണ്ട് എഴുതിയ കൈയക്ഷരത്തിൽ തൻ്റെ വിശേഷങ്ങളും താൻ പോകുന്ന സ്ഥലത്തെ വിലാസവും വെച്ചിരിക്കുന്നു. ആലുവയിലെ 4 സ്റ്റാർ ഓൾഡ് ഏജ് ബ്ലസ് ഹോമിലാണ് ഇനിയുള്ള കാലം കഴിയാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പേ തൻ്റെ വിദേശത്തു നിന്നുണ്ടാക്കിയ എല്ലാം തനിക്ക് വിൽക്കേണ്ടി വന്നു. സ്വന്തം മകൾ പോലും തന്നെ കൂട്ടാക്കാതെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങിപ്പോയ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാം വിധിയായിരിക്കുമെന്ന് കരുതി സമാധാനിക്കാം. വിജയൻ അപ്പോൾ എല്ലാം ഓർക്കുകയായിരുന്നു. തൻ്റെ അമ്മയല്ല എങ്കിലും അവർ പറഞ്ഞതെല്ലാം വാസ്തവമായി. എല്ലാം ഇവിടെ നിന്നേ അനുഭവിക്കുക, എന്നിട്ട് ഈ ഭൂമിയിൽ നിന്നും എല്ലാം അനുഭവിക്കണം. ശരിയാണ്, അവർ പറഞ്ഞത് എത്ര കാര്യം. വിജയേട്ടാ, ഏതായാലും വിലാസിനിയുടെ ചെക്ക് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അവർക്ക് ദൈവം തുണയാവട്ടെ. മെഴ്സി സിസ്റ്റർ അവിടെ വച്ചിരിക്കുന്ന രൂപക്കൂടിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ വരാന്തയിലൂടെ വാക്കിംഗ് സ്റ്റിക്കുമായി വിജയൻ തൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ വിജയൻ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇത് എഴുതിയത് മണികണ്ഠൻ സി നായർ.